അപ്പോൾ ഇന്നത്തെ ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചാള ഉപ്പേരി ആട്ടോ, നാളികേരമൊക്കെ ഇട്ടിട്ട് ഒരു ഉപ്പേരി പോലെ ഉണ്ടാക്കണ ഇതാട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ എങ്ങനെ ഇത് ഉണ്ടാക്കണമെന്ന് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ആദ്യം തന്നെ നല്ല കുഞ്ഞി ചാള കേട്ടോ, കുഞ്ഞി ചാളയാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ളത് കേട്ടോ. വലിയ ചാളയ്ക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പും മുളകും എന്താ പറയുക ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഇതേ നേരെ ചട്ടി വെക്കുക കേട്ടോ. ചട്ടി നമ്മുടെ ചീനച്ചട്ടിയിൽ ഏത് ചട്ടിയിലാണെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള ഈ കുഞ്ഞിച്ചാട എല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. എനിക്ക് ചെറിയൊരു കോൾഡുള്ള കാരണം ഇടയ്ക്കുള്ള ശ്വാസം വലിക്കാൻ നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഇടുമ്പോൾ നല്ല ഷീന്നൊരു സൗണ്ട് വെക്കില്ലേ, അത് കേൾക്കാൻ ഒരു പ്രത്യേക രസമല്ലേ. ആ സൗണ്ടിലാണ് എന്താ പറയുക എല്ലാത്തിലും നമ്മൾ ദോശ ഇടുമ്പോൾ ആ ഷീന്ന് കേൾക്കുമ്പോഴാണ് നമ്മുടെ ചട്ടി ശരിക്കും ചൂടായിട്ട് മനസ്സിലാവണം. അപ്പോൾ അതിലേക്ക് ഇത് ഇടാട്ടോ. കുഞ്ഞിച്ചാട നന്നായിട്ട് നമ്മൾ അത്യാവശ്യം ചട്ടിയിട്ട് കൊള്ളാവുന്ന അത്രയും വറുത്തെടുക്കുക. എനിക്ക് ഇത്രയും മതി കേട്ടോ, കാരണം ഞാനൊന്നും ഇവിടെ ഒറ്റയ്ക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല. ഒരുപാട് ഉണ്ടാക്കിയാലും ഞാൻ ഒരെണ്ണം മാത്രമല്ല കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്കോട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് ഇത്ര ചാള ഇട്ടിട്ടുള്ളൂ, ബാക്കി എൻ്റെ ചാള കൂട്ടാൻ വെക്കാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചാള അങ്ങനെ അവിടെ ഇട്ടിട്ട് നന്നായിട്ട് മുരിയണം കേട്ടോ. അപ്പോൾ നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് ഇടണമെങ്കിൽ നന്നായിട്ടുണ്ട്, നല്ല കറുത്ത് കിട്ടും. കറുത്ത് കിട്ടിയാലാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഐറ്റത്തിന് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല കറുപ്പിച്ച് നല്ല കറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് വെന്തതിന് ശേഷം അത് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ചട്ടിയായിട്ട് എടുത്തിട്ടുള്ളത് സാധാരണ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അങ്ങനെ ഇങ്ങനെയൊന്നും എടുത്തിട്ടില്ല, ചട്ടിയാണ്. ചട്ടിയിൽ വെച്ചാൽ ഒന്നുകൂടി ടേസ്റ്റ് കിട്ടുള്ളൂ. നാളികേരം നന്നായിട്ട് ഇങ്ങനെ വരണ്ട് വരുമ്പോൾ നല്ല ടേസ്റ്റില്ല. അപ്പോൾ ഞാൻ ആ വറുത്ത വെളിച്ചെണ്ണ തന്നെയാണ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. കുറച്ചുള്ള ഓയിലാട്ടോ, വെളിച്ചെണ്ണയില്ല, ഓയിൽ കുറച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടത് നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എനിക്ക് ഇത്ര വെളിച്ചെണ്ണ മതിയായിരുന്നു. പിന്നെ അതേ കടുക്, അത്യാവശ്യം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുകും ഇതിൻ്റെ ഒരു ഹൈലൈറ്റാണ് ഈ സംഭവത്തിൻ്റെ. കാരണം അതിലിങ്ങനെ കിടക്കണമെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവില്ല, ഭംഗി മാത്രമല്ല ടേസ്റ്റ് കൂടുതലായിരിക്കും. ഞാനിത് കുറേ കടുകൊന്നും ഇടുന്നില്ല കേട്ടോ. ഇതിൻ്റെ ചെറിയ ഉട്ടകളായതുകൊണ്ട് കടുക് വീഴാൻ കുറച്ച് താമസമാണ്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി കൊട്ടിയിട്ട് കൊടുക്കണം കേട്ടോ. കടുക് വീഴുന്നില്ല, ഞാൻ കുറേ നേരമായി പരിശ്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, നിങ്ങളെ ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ അധികം ഫോൺ അതിലേക്ക് അടുപ്പിക്കാൻ പറ്റില്ല, ഞാൻ സ്വന്തമായിട്ട് വീടുന്നത്. പിന്നെ ഇതേ വറ്റൽമുളക് പൊട്ടിച്ചത് കേട്ടോ. വറ്റൽമുളക് പൊട്ടിച്ചത് ഒരു 2-3 അതും പൊട്ടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടത് നമുക്ക് അതൊന്നും ഇങ്ങനെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് നേരം ഒന്ന് തീ കുറച്ചിടണം കേട്ടോ. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കരിഞ്ഞതിൻ്റെ ഒരു ടേസ്റ്റ് വരില്ല. പിന്നെ കറിവേപ്പില അതേ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ട് കൊടുത്ത് അതിലും നല്ല ശീശി സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. ഫോൺ മാറ്റി പിടിച്ച് മുഖത്തേക്ക് തെറിക്കൊണ്ടിരിക്കുകയാണ് വിചാരിച്ചിട്ട് പിന്നെ ഇത് നേരെ നന്നായിട്ടതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. നല്ലൊരു സ്മെല്ല് വരികയല്ല അതിന്. കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ കൂടെ മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടും. അപ്പോൾ അതൊക്കെ കിട്ടിയുമ്പോൾ അതിൽ നിന്നൊന്ന് ഈ കറിവേപ്പിലയും വറ്റൽമുളകും ഒന്ന് കോരിയെടുക്കാം കേട്ടോ. കടുക് അതിൽ തന്നെ കിടന്നോട്ടെ. സ്വാഭാവികമായിട്ട് നമുക്ക് ഇതിൽ തന്നെ ഈ മീനും നാളികേരമൊക്കെ ഇട്ട് വെക്കാം, പക്ഷേ ഞാൻ അങ്ങനെ വെക്കാറില്ല കേട്ടോ. കാരണം ഇതിങ്ങനെ അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ അത് ഉടഞ്ഞു പോകും മൊത്തത്തിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ കുറച്ച് സവോള എടുത്താൽ മതി കേട്ടോ. ഒരു സവോള അല്ലെങ്കിൽ ഒരു സവോളയുടെ പകുതി മതി. കുഞ്ഞുള്ളി ആണെങ്കിൽ ഏറ്റവും ടേസ്റ്റ് കുഞ്ഞുള്ളിയാണ്. വെറുതെ നമ്മൾ ഇങ്ങനെ ഇടികളിൽ വെച്ചിട്ട് ഇങ്ങനെ ചതച്ചെടുക്കില്ല, ചതച്ചിടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അതിന് ടേസ്റ്റ് ഒന്നുകൂടി കൂടും. അതിൻ്റെ കുഞ്ഞുള്ളി എനിക്ക് അത്ര ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ സവോള എടുത്താട്ടോ. അപ്പോൾ ഈ സവോള നന്നായിട്ട് ആ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. സവോള കുറേ ഇങ്ങനെ വാടിപ്പോരും നമ്മുടെ ചിക്കനൊക്കെ പോലെ. അങ്ങനെ ആയാലും നമുക്ക് ഗ്രേവി ആയിട്ട് എടുക്കാനുള്ളതൊന്നും കിട്ടില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക. ഞാൻ എപ്പോഴും വയറ്റുമ്പോൾ ഈ സവോള ഇതിൽ പിടിപ്പിക്കും, അതായത് തീരെ ഒന്നും ഉണ്ടാവാത്ത രീതിയാവും എപ്പോൾ വെച്ചാലും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഒന്ന് വയറ്റി കൊടുക്കുക. തീ കുറച്ച് ഒന്ന് വയറ്റി കൊടുക്കുക കേട്ടോ. വയറ്റി കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം. മൂടി വയ്ക്കണവർക്ക് മൂടി വെച്ചിട്ട് വയറ്റി എടുക്കാം, അല്ലാത്തവർക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഞാനിങ്ങനെ ഫോൺ പിടിച്ചിരിക്കൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതിങ്ങനെ വയറ്റി നല്ല വയറ്റിയെടുക്കുക. എന്നിട്ട് പിന്നെ ഞാൻ ഇതിൽ കൂട്ടുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, എന്നിട്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സവോള നന്നായിട്ട് വാടിയിട്ടില്ലെന്ന്. അത്യാവശ്യം എൻ്റെ ഭാഗത്തിന് വാടിയിട്ടുണ്ട്. എനിക്കിങ്ങനെ ഒരുപാട് വാടുന്നേക്കാളും അത്യാവശ്യം വാടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ മൂപ്പിച്ച് വരുമ്പോൾ നല്ലൊരു കളർ കിട്ടും, നമ്മുടെ കറക്റ്റ് ഒരു ബ്ലാക്ക് കളർ കിട്ടും. എനിക്കിങ്ങനെ കറുത്തിരിക്കണം കേട്ടോ. മഞ്ഞ കളറായിട്ടൊക്കെ ഇരുന്ന് എനിക്കിഷ്ടമല്ല. അപ്പോൾ നന്നായിട്ട് അതിനാണ് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർക്കണം. കുരുമുളക് പൊടി വേണ്ടാത്തവർക്ക് നോർമലി നമ്മുടെ മുളക് പൊടി തന്നെ ഇട്ടാൽ മതി കേട്ടോ. പിന്നെ പച്ചമുളകൊക്കെ ഇടുന്നവർക്ക് ഇടാം. ഞങ്ങൾക്ക് അധികം കുറേ എരിവ് വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ.
അപ്പോൾ പിന്നെ ഇഞ്ചിയും പച്ചമുളക് വെളുത്തുള്ളി അത് ഞാൻ ചേർക്കാറില്ല, അതിൻ്റെ ആവശ്യം നമുക്കിതിൽ വരണില്ല. പിന്നെ അതേ മെയിനായിട്ടുള്ള ഐറ്റം നമ്മുടെ നാളികേരം ഞാൻ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ നാളികേരവും കൂടി അതിലേക്കൊന്ന് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നാളികേരം ഇതെല്ലാം കൂടി നല്ല മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നല്ല കളർ മാറിയിട്ട് ആദ്യം നല്ലൊരു ബ്ലാക്ക് കളറാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി 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 മൂടി വെക്കണം കേട്ടോ. മൂടി വയ്ക്കുമ്പോൾ ഇങ്ങനെ വെള്ളം വലിയുമല്ലോ, അപ്പോൾ വെള്ളം വലിയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് മൂടാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ചട്ടിയിൽ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. നമ്മൾ നോർമലി ഈ ചില ചേച്ചിമാരുടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ, ചട്ടിയിൽ വയ്ക്കുന്ന കറികൾക്കൊക്കെ പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ നമ്മൾ ചട്ടി ചിക്കൻ ഉണ്ടാക്കില്ലേ, ചിക്കൻ കുത്തിക്കാച്ചിയത് അതുണ്ടാക്കുമ്പോൾ ഈ ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അത് അതും നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ആ കളർ കണ്ട ആ കളർ ഇങ്ങനെ ആവണം. ഈ കളർ ഇങ്ങനെ ആവണിട്ട് പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള നമ്മുടെ കുഞ്ഞു ചാള ഇത് ഇവിടെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്, അവനെയും കൂടി അതിലേക്ക് ഇതേ തട്ടി ചെയ്ത് കൊടുക്കാം. നമുക്ക് തട്ടിയിട്ട് പിന്നെ അവനെ മിക്സ് ചെയ്യണം. അവനെയും കൂടി ഇട്ടിട്ട് വേണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചാള ഇപ്പോൾ ഉടഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചാള ഇപ്പം അങ്ങനെ തന്നെ കിടക്കുന്ന, ഇപ്പം കറക്റ്റ് ഒരു ചാളയുടെ രീതി തന്നെ കിടക്കണമെന്നൊന്നുമില്ല. അതിങ്ങനെ ഉടഞ്ഞ് പൊട്ടിപ്പോയാലും കുഴപ്പമില്ല, നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ നോർമലി ഒരു ചാള എന്താ പറയുക ഭയങ്കരമായിട്ട് ഇങ്ങനെ മുരിച്ചെടുക്കണം, അല്ലാണ്ട് ഇങ്ങനെ സാധാരണ ഇങ്ങനെ പൊള്ളിച്ചെടുക്കരുത് കേട്ടോ. പൊള്ളിച്ചെടുക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് ഇതേ നേരെ 2 തക്കാളി അങ്ങോട്ട് അരിഞ്ഞ് വട്ടത്തിൽ വയ്ക്കുക. ഞാനൊരു ഭംഗിക്ക് വേണ്ടി വെച്ചോട്ടെ, നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ചാൽ മതി. എന്നിട്ട് മൂടിയൊന്ന് ആവിയിലൊന്ന് ഇരുത്തി വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ സെറ്റായിട്ടുണ്ടാവും സാധനം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്, ടേസ്റ്റാണ്. ഇത് മാത്രം മതി ചോറുണ്ണാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സി യു.